നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകത്തെ ഒന്നടങ്കം പിടിച്ചടക്കാൻ 5G സിഗ്നലുകൾ എത്തുകയാണ്. എന്നാൽ ഇത് വിമാന സർവീസുകളെ തടസ്സപ്പെടുത്തുമെന്ന് ഭയം ഉയർന്നിരുന്നു. ഇപ്പോഴിതാ അത്തരം ആശങ്കകൾ വേണ്ട എന്ന് പറയുകയാണ് കേന്ദ്രം. അങ്ങനെ ഇത്തരം ആശങ്കകൾ പരിഹരിക്കാനുള്ള നീക്കവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്രം. ഇത് സംബന്ധിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രം രൂപം നൽകും. വ്യോമയാന മന്ത്രാലയവും ടെലികോം മന്ത്രാലയവും ചേർന്നാണ് ഇതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നത് തന്നെ. അതായത് തടസ്സങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ 5Gക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ വിമാനത്താവളങ്ങളിൽ നിന്ന് അകലെയായി സ്ഥാപിക്കാനും സിഗ്നലുകളുടെ ശക്തി കുറയ്ക്കാനും മന്ത്രാലയങ്ങൾ നിർദ്ദേശം നൽകും. അങ്ങനെ രാജ്യത്തെ എല്ലാ വിമാനത്താവളത്തിലെയും ഓൾട്ടിമീറ്റർ 2023 ഓഗസ്റ്റിന് മുൻപ് നവീകരിക്കേണ്ടി വരും. ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മന്ത്രാലയം പുറത്തിറക്കും. നിലവിൽ പലതരത്തിലുള്ള ആശങ്കകൾ പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 5G സിഗ്നലുകളും ഓൾട്ടിമീറ്റർ സിഗ്നലുകളും കൂടിക്കലർന്ന് വിമാന സർവീസുകൾക്ക് തടസ്സമുണ്ടാക്കുമെന്നുള്ള ആശങ്കയാണ് ഇതിൽ ശക്തം. അമേരിക്കൻ വ്യോമയാന അതോറിറ്റി ഇത്തരം 85 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിലും സമാനമായ ആശങ്ക ആളുകൾ ഉയർത്തുന്നത്. കൂടാതെ എയർടെൽ 5G+ സേവനങ്ങൾ കൂടുതൽ നഗരങ്ങളിൽ ലഭ്യമായി തുടങ്ങിയതായി കഴിഞ്ഞ ദിവസമാണ് കമ്പനി വാർത്ത പുറത്തുവിട്ടത്. എയർടെൽ, റിലയൻസ് ജിയോ തുടങ്ങിയ ടെലികോം കമ്പനികൾ 5G ലിസ്റ്റിലേക്ക് ദിവസേന പുതിയ നഗരങ്ങളെ ചേർക്കുന്നുണ്ട്. ചില വിമാനത്താവളങ്ങളിൽ 5G സേവനങ്ങൾ ഇപ്പോൾ ആക്സസ് ചെയ്യാനാകും. നിലവിൽ പല നഗരങ്ങളിലും എയർടെൽ 5G വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതേസമയം വൈകാതെ ബംഗളൂരിലെ കെംപഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം, പൂനെയിലെ ലോഹഗാവ് വിമാനത്താവളം, വാരാണസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ട്, നാഗ്പൂരിലെ ബാബാ സാഹിബ് അംബേദ്കർ ഇന്റർനാഷണൽ എയർപോർട്ട്, പട്ന എയർപോർട്ട് എന്നിവിടങ്ങളിൽ ഉപഭോക്താക്കൾക്ക് എയർടെൽ 5G സേവനം ലഭിക്കുന്നതാണ്. ഡൽഹി, മുംബൈ, വാരണാസി, കൊൽക്കത്ത, ബംഗളൂർ, ഹൈദരാബാദ്, ചെന്നൈ, പൂനെ, ഗുരുഗ്രാം, നോയിഡ, ഗാസിയാബാദ്, ഫരീദാബാദ് തുടങ്ങിയ നഗരങ്ങളിലാണ് റിലയൻസ് ജിയോ ഇതിനോടകം തന്നെ 5G അവതരിപ്പിച്ചിരിക്കുന്നത്. ഗുജറാത്തിലെ 33 ജില്ലാ ആസ്ഥാനങ്ങളിലും 5G സേവനങ്ങൾ ജിയോ ലഭ്യമാക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.